ഇത്തവണത്തെ വോട്ടിങ്ങിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്നത് മസ്താനിയാണ്. അതിന് തൊട്ട് മുകളിൽ സാബുമാൻ, പിന്നീടുള്ളത് 2 വൈൽഡ് കാർഡുകളാണ്. ഇത്തവണ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയ 5 വൈൽഡ് കാർഡുകൾ 4 പേരും ആദ്യത്തെ ആഴ്ച തന്നെ നോമിനേഷനിൽ വന്നിരുന്നു. അതായത് ആദ്യത്തെ ആഴ്ച അല്ല, തൊട്ടടുത്തുള്ള ആഴ്ച നോമിനേഷനിൽ വന്നിരുന്നു. അതിലുള്ള 4 വൈൽഡ് കാർഡുകളും ഇപ്പോൾ അൺഒഫീഷ്യൽ വോട്ടിംഗ് പ്രകാരം ഏറ്റവും പിറകിൽ നിൽക്കുകയാണ്. അതിൽ തന്നെ ഏറ്റവും അവസാന സ്ഥാനം നേടിയെടുത്തിരിക്കുന്നത് മസ്താനിയാണ്. മസ്താനിക്ക് ഇനി ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇതിലും മെച്ചപ്പെട്ട സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം മസ്താനി വീട്ടിൽ കയറിയ പിന്നെ നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു കണ്ടന്റാണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരുന്നത്. അതായത് മറ്റുള്ളവരുടെ ഫാമിലിയെ പോയി ചെറിയുക, അല്ലാതെ മോശം വാക്കുകളും ആംഗ്യങ്ങളും ഉപയോഗിക്കുക, ഇങ്ങനെയുള്ള വളരെ നെഗറ്റീവായിട്ടുള്ള കണ്ടന്റുകളാണ് മസ്താനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ യൂട്യൂബ് പോളുകൾ വോട്ട് ചെയ്യാത്ത, ക്രോമിലെ വിവിധ വെബ്സൈറ്റുകളിൽ വോട്ട് ചെയ്യാത്ത വളരെ സാധാരണക്കാരായ ജനങ്ങളായിട്ടുള്ള ഹോട്ട്സ്റ്റാറിൽ മാത്രം വോട്ട് ചെയ്യുന്ന കുറച്ചധികം ജനങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് മസ്താനി ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു കണ്ടന്റും മസ്താനിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹോട്ട്സ്റ്റാറിലെ വോട്ടിങ്ങും ഇത്തവണത്തെ അൺഒഫീഷ്യൽ വോട്ടിങ്ങും തമ്മിൽ വളരെ വലിയ വ്യത്യാസം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ആ ഒരു രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മസ്താനി തന്നെയാണ് ഈ ഒരു വീട്ടിൽ നിന്ന് പുറത്താകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്നും ആരും തന്നെ എവിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു റൂമറുകളൊക്കെ കേൾക്കുന്നു. എങ്കിൽ പോലും ഇന്നോ അല്ലെങ്കിൽ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിലോ ഒരാളെ വീട്ടിൽ നിന്നും പുറത്താകും. അങ്ങനെ പുറത്താക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള മസ്താനി തന്നെയാണ്.